മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ ഡൽഹിയിൽ കെ.സി. വേണുഗോപാൽ മാത്യു കുഴൽനാടൻ കൂടിക്കാഴ്ച. കെ.സി. വേണുഗോപാലിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാതെ പിറകുവശത്തുള്ള ഗേറ്റിലൂടെ മാത്യു കുഴൽനാടൻ മടങ്ങി. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരവിന്ദ്, മുഖ്യമന്ത്രി ഭൂരിപക്ഷം ലഭിക്കുമോ കോൺഗ്രസിനും UDF-നും എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു ഉറപ്പായിട്ടില്ല. കാരണം വോട്ടെണ്ണാനിരിക്കുന്നതേയുള്ളൂ 4-ാം തീയതി. അതിനിടെ ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഡൽഹിയിലെത്തി കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തുന്നു. അദ്ദേഹവുമായി ചർച്ച നടത്തുന്നതിൽ പ്രത്യേകിച്ച് അസാധാരണത്വം കാണേണ്ടതില്ല. കാരണം AICC ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. സംസ്ഥാനത്ത് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് മാത്യു കുഴൽനാടൻ. അവർ തമ്മിലുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് ഒരു അസാധാരണത്വമില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിൻഗേറ്റിലൂടെയൊക്കെ മടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ, അതായത് വരാൻ പോകുന്ന ദിവസങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ചില സൂചനകൾ അതിലുണ്ടല്ലോ അരവിന്ദ്. ഇപ്പോൾ 9 മണിയോടുകൂടിയാണ് മാത്യു കുഴൽനാടൻ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് എത്തിയത്. 10:30 വരെ ഈ വസതിയിൽ തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ 9 മണിയോടെ തന്നെ കെ.സി. വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ കാണാതെ പിൻവാതിലിലൂടെയാണ് മാത്യു കുഴൽനാടൻ മടങ്ങിയിരിക്കുന്നത്. കേരള ഹൗസിലും മാധ്യമങ്ങൾ മാത്യു കുഴൽനാടനെ കണ്ടിരുന്നു. അപ്പോഴും പ്രതികരിക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറായതിൽ ഇനി കേരളം ആര് ഭരിക്കുമെന്നറിയാൻ 5 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ ശക്തമായ മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തണമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറായിട്ടില്ല. കെ.സി. വേണുഗോപാൽ അല്പസമയത്തിനകം വസതിക്ക് പുറത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പക്ഷേ അത്തരം കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നതാണ് നിലവിൽ മനസ്സിലാകുന്നത്. കൃത്യമായ നിർദ്ദേശം KPCCയുടെ ഭാഗത്ത് നടക്കം നടത്തിയിരുന്നു. ആ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന KPCC നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും അതിനിടയിൽ കൂടിയാണ് നിർണായകമായ കൂടിക്കാഴ്ച നടന്നിരുന്നത്. പക്ഷേ മാധ്യമങ്ങളെ കാണാതെ പിൻവാതിലിലൂടെയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ മടങ്ങിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു എന്തായിരുന്നു കൂടിക്കാഴ്ച. സാധാരണ താൻ ഡൽഹിയിലെത്തിയപ്പോൾ വെറുതെ കെ.സി. വേണുഗോപാലുമായി ചർച്ചയ്ക്ക് പോയതാണ്, കൂടിക്കാഴ്ചയ്ക്ക് പോയതെന്ന് മാത്രമാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച വിവിധ കോണിൽ നടക്കുന്നു. വിവിധ തരങ്ങളിൽ പ്രവർത്തകർ അവരുടെ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മാത്യു കുഴൽനാടന്റെ ഈ കൂടിക്കാഴ്ച അതീവ നിർണായകമാകുന്നത്. മന്ത്രിസഭയിലേക്ക് അടക്കം ആരൊക്കെ എത്തണമെന്ന ചർച്ചകൾ കൂടി കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ സൂചനകൾ തന്നെയാണ് കെ.സി. വേണുഗോപാൽ മാത്യു കുഴൽനാടൻ ചർച്ച. ദിലീപ് കുമാർ. ഡൽഹിയിലെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി മാത്യു കുഴൽനാടൻ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങൾ നൽകിയത്, വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.